ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണുന്നത് താമര എങ്ങനെ റീപോർട്ട് ചെയ്യാമെന്നാണ്. നമ്മൾ ഓൾറെഡി താമര പോട്ട് ചെയ്യുന്ന കണ്ടായിരുന്നല്ലോ, എങ്ങനെ ട്യൂബർ നമുക്ക് നടാൻ പറ്റും. ഇനി ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിൽ നിന്ന് നമുക്ക് എങ്ങനെ ട്യൂബേഴ്സ് കളക്ട് ചെയ്യും, എന്നിട്ട് കളക്ട് ചെയ്തിട്ട് അതെങ്ങനെ വീണ്ടും നടണം, അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഡൗട്ടുള്ളതാണ്, എത്ര നാൾ കഴിയുമ്പോഴാണ് താമര നമ്മൾ റീപോർട്ട് ചെയ്യേണ്ടത്, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ. ശരിക്കും നമ്മളൊരു 3 to 4 months കഴിയുമ്പോൾ നമുക്ക് താമര റീപോർട്ട് ചെയ്യാവുന്നതാണ്. ആ ഒരു ടൈം ആകുമ്പോൾ മിക്കവാറും താമരയിൽ അവരൊരു ഡോർമൻറ്റ് സ്റ്റേജിലേക്ക് പോകും. ഫ്ലവറിങ് എല്ലാം ഒന്ന് സ്ലോപ്പായി അത്ര ഫ്ലവർ ചെയ്യാത്തൊരു സീസണിലേക്ക് വരും, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിലേക്ക് വരും. ആ ടൈമിൽ നമുക്ക് ഈ ട്യൂബർ നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാവേ. ഇവിടെ ഇപ്പോൾ എൻ്റെ മദർ-ഇൻ-ലോയും ഹസ്ബൻഡും കൂടെയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ഒരു 2 പേരുള്ളതാണ് എപ്പോഴും നല്ലത്, അല്ലെങ്കിൽ നമ്മുടെ ബേസ്മെൻ പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ സ്ലോലി നമ്മളിത് മറിച്ചാണ് ഇടേണ്ടത്. മറിച്ചിട്ടിട്ട് നമുക്ക് ഒന്നെങ്കിൽ വെള്ളം ഒഴിച്ച് അതിൽ ചെളി മൊത്തം കളഞ്ഞ് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ മണ്ണ്, ആക്ച്വലി സോയിൽ അത്യാവശ്യം ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽ നഷ്ടപ്പെടും. അല്ലെങ്കിൽ നമുക്ക് സോയിൽ പതിയെ കളക്ട് ചെയ്ത് മാറ്റി ആ ട്യൂബറിനെ വേർതിരിച്ചെടുക്കാം. നമ്മളിപ്പോൾ ചെയ്യുന്നത്, നമ്മളെപ്പോഴും ചെയ്ത് ശീലമുള്ളതുകൊണ്ട് അമ്മയ്ക്കത് പൊട്ടാതെ എടുക്കാനായിട്ട് അറിയാം. അപ്പോൾ നന്നായിട്ട് കുറച്ച് മണ്ണ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്താൽ തന്നെ നമുക്ക് ആ ട്യൂബർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരിച്ച് കളക്ട് ചെയ്യാൻ പറ്റും. ഒരു ബിഗിനർ ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ പറയില്ല. ബിഗിനർ എപ്പോഴും ചെയ്യേണ്ടത്, അവർ ഒന്നെങ്കിൽ വെള്ളം ഒഴിച്ച് ഫുൾ അതിൽ ആ മണ്ണ് മൊത്തം കളയുക. അതല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് പതിയെ സോയിൽ മാറ്റി ട്യൂബർ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും ട്യൂബർ കളക്ട് ചെയ്ത് എടുക്കേണ്ടത്. നമുക്കിതിങ്ങനെ ഒരു വല പോലെ, അല്ലെങ്കിൽ നന്നായിട്ട് മെടഞ്ഞിട്ടുള്ളൊരു പരുവത്തിലായിരിക്കും, അങ്ങോട്ട് ക്രോസ് ആയിട്ടുള്ളൊരു സ്റ്റേജിലായിരിക്കും നമുക്ക് ഈ ട്യൂബർ കിട്ടുക. ആ കിട്ടുന്ന ട്യൂബർ നമ്മൾ സ്ലോലി ഒരു 2 എണ്ണം വെച്ച്, 2 സോളൻ പോർഷൻ വരുന്നത്, അല്ലെ 2-3 സോളൻ പോർഷൻ വരുന്നതിനെ നമുക്ക് കളക്ട് ചെയ്തിട്ട് റീപോർട്ട് ചെയ്യാവുന്നതാണ്. വീണ്ടും നട്ടു കൊടുക്കുക. അതിന് ഓരോന്നും നമുക്ക് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവേഴ്സ് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ട്യൂബറിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. 2-3 സോളൻ പോർഷൻ വരുന്ന രീതിയിൽ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. ഞാനിത് സെയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ സെയിൽ ചെയ്യുമ്പോൾ ഒരു 4 സോളൻ പോർഷൻ വരുന്ന രീതിയിലാണ് ഞാൻ ഓരോരുത്തർക്കും കൊടുക്കുന്നത്. അവർക്കത് പിടിക്കാതിരിക്കാൻ പാടില്ല. നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ക്ലയന്റിന് എത്തേണ്ടതുകൊണ്ട് നമ്മൾ ഇതിലൂടെ ലെങ്ത് കൂട്ടിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 3 സോളൻ പോർഷൻ എടുത്താലും ധാരാളം. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ബൈ.